Hey guys, welcome back to another video reaction. Hey guys, welcome back to another video reaction. It's me BTG here. So today we are going to reacting to GOAT trailer. I'm already watched it, but once again ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ട്രോളിങ് കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ ആസ് എ തളപതി ഫാനായിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങളോട് പറയാൻ. ഓക്കെ ഗൈസ്, ഓക്കെ, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇതെല്ലാം നിങ്ങൾ വേണമെന്ന് നോക്കിക്കോളി, കറക്റ്റായിട്ട് തിയേറ്ററിൽ അടിപൊളിയായിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, നമ്മൾ ലിയോയുടെ വെച്ച് നോക്കുമ്പോൾ ലിയോയുടെ ട്രെയിലറിൻ്റെ അത്ര ഇല്ല ഈ ട്രെയിലർ, സത്യം പറഞ്ഞാൽ. സോ അതിൻ്റെ അത്ര ഹൈപ്പും ഇല്ല. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനത്തെ ട്രെയിലറാണ് എനിക്ക് മോസ്റ്റ്ലി പ്രിഫറബിളായിട്ട് ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര മാസമായിട്ട് അങ്ങനത്തെ ഒരു ട്രെയിലറല്ല, ഒരു ക്ലാസ്സായിട്ട് ഇപ്പം വിജയ് എന്നുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പം വയസ്സായിട്ടുള്ള ക്യാരക്ടർ, ഇങ്ങനെ ഡി ഏജിങ് ക്യാരക്ടർ, സോ അങ്ങനെയൊക്കെ അഭിനയിക്കുമ്പോഴേ നമുക്കൊരു പ്രത്യേകതയാണ്, ആ മനുഷ്യൻ എങ്ങനെയും ട്രൈ ചെയ്യണമുണ്ടല്ലോ ഒന്ന് നോക്കിയോ ഗൈസ്. This is a new assignment. உங்களை லீட் பண்ண போறது ஒரு புது லீடர். 68 international successful operation, hostage negotiator, field agent, spy. In short, he is a goat of sats. ഗ്രാഫിക്സ് അടിപൊളിയാണ്. BGM ഒക്കെ അടിപൊളി. குழந்தை நல்லா இருக்கு, ஒன்றும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன் இல்லை, காந்தியை நினைச்சுதான் டென்ஷன். இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഗൈസ്, ഭയങ്കര ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. മറ്റേ ട്രെയിലറും അതിന്റെ സിനിമാറ്റോഗ്രാഫി ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. அதுவும் பேங்காக்கு குடும்பத்தோட போவானா? അപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് മനസ്സിലാവും നമ്മളെ പ്രശാന്തിനെ കുറിച്ചൊക്കെ. കേരളത്തിലുള്ളവർക്ക് ഏകദേശം അറിയാം. പണ്ട് തൊട്ട് ഭയങ്കര ഫസ്റ്റ് നിന്നതാണ് പ്രശാന്തൊക്കെ. മുമ്പ് വന്നിട്ടുണ്ട്, വിജയ്ക്ക് മുന്നേ ആയിരിക്കും, തളപതിക്ക് മുന്നേ പ്രശാന്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം തളപതി ഇരിക്കുന്ന ലെവലിലെ ഇവർ രണ്ടുപേരും ചേർന്ന് അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു എന്തോ പോലെ ഒരു നല്ലൊരു ഫീലുണ്ട്. ഈ വില്ലൻ ക്യാരക്ടർ എങ്ങനെ ചെയ്തിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ വില്ലൻ, അല്ല വേറെ ആരെങ്കിലും ആണോ വില്ലൻ? இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். BGM கொள்ளலாம் கேட்டா, காந்தியே வேஷம் போட்டு பார்க்கல. சென்னையில ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. BGM கொள்ளலாம். நீங்க ரெண்டு பேரும் சண்டை போட்டுட்டு இருக்கீங்க. உன்னால முடியலன்னா சொல்லு. എനിക്ക് ഒരേ ഒരു എന്താ മനസ്സിനകത്തൊരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറാണ് ഗൈസ്. എന്ന് വെച്ചാൽ അടിപൊളി ക്യാരക്ടറാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഭയങ്കര തിയേറ്ററിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ നടക്കാൻ പറഞ്ഞ കാര്യമാണ്. തിയേറ്ററിനകത്ത് പൂക്കുളി തന്നെ ഇത് അടിപൊളിയായിരിക്കും. പക്ഷേ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മോർഫ് ചെയ്ത് വെച്ചതുപോലെയാണ്. പക്ഷേ എനിവേ എന്നാലും ഒന്നുകൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയണം. ഇത് ഓക്കെയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു നമ്മളെന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും അപ്രിഷ്യേറ്റ് ചെയ്യണം. എന്നാലും ഇനിയിപ്പോൾ മറ്റുള്ളവർ ചെയ്യില്ലല്ലോ, എല്ലാവരും ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഇഗ്നോർ നെഗറ്റിവിറ്റി. BGM ഒക്കെ ഒരു രക്ഷയില്ല ഗൈസ്. வயசாயிடுச்சு, ஸ்குவாடை விட்டு போய் பல வருஷம் ஆச்சு. எப்படின்னு யோசிக்கிறீங்களா? எவ்வளோ வயசான என்னையா, ரொம்ப രക്ഷയില്ല. A lion is always a lion. Do you think
you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா தேவனின் குலம் காக்கும் வேலையா ஹையா I'm waiting. അപ്പം ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ എന്താ പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ ക്ലാസ് ട്രെയിലർ, നോട്ട് മാസ് ഓവർലോഡ്. സോ ടോട്ടലായി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ട്രെയിലർ. അടിപൊളി ട്രെയിലറാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ട്രോൾ ചെയ്യാൻ ആൾക്കാരുണ്ട്, ട്രോൾ ചെയ്യുന്ന മെറ്റീരിയൽ ഇതിനകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ തിയേറ്ററിൽ ഇതൊരു നല്ലൊരു ഭയങ്കര പെട്ട സെറ്റപ്പ് ആയിരിക്കണം. കാരണം വെങ്കറ്റ് പ്രഭു ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനു മുന്നേ ഇറങ്ങിയ പടങ്ങൾ ഫ്ലോപ്പാണ്. എനിവേ എന്നാലും പടങ്ങളെന്നല്ല, ഒരു പടം ഫ്ലോപ്പായിപ്പോയി, കസ്റ്റഡി എന്ന് പറഞ്ഞാൽ. അതിന് മുന്നേ മാനാടായിരുന്നു. എനിവേ എന്നാലും എന്താ പറയുക, ആൾക്കാർക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ വിജയ് എന്നുള്ളൊരു ക്യാരക്ടർ, ആ ഒരു ബ്രാൻഡുള്ള കൊണ്ട് എന്തായാലും അങ്ങേര് ഒറ്റയ്ക്ക് ടേക്ക് ഓഫ് ചെയ്യും. ഇപ്പം തമിഴ്നാട്ടിലൊരു ഇതുണ്ടെന്ന് വെച്ചോ, ഒരു എക്സാമ്പിളിന് ഒരിതുണ്ടെങ്കിൽ ഏകദേശം ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെങ്ങനെയാണെങ്കിൽ ഇപ്പം രജനികാന്ത്, അജിത്ത്, വിജയ്, ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് മൂന്നുപേർക്ക് മാത്രമേ ഉള്ളൂ. പടത്തിൽ കഥയില്ലെങ്കിലും ശരി, സ്ക്രീൻ പ്ലേ കറക്റ്റ് അല്ലെങ്കിലും സ്വന്തമായിട്ട് ടേക്ക് ഓഫ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ ഫിലിം ഒരു ഏകദേശം ഒരു മിനിമം ഒരു 200 അല്ല 250 ബഡ്ജറ്റിൽ കളക്ഷനിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. സോ ആ ഒരു കപ്പാസിറ്റി മറ്റ് നടന്മാർക്കില്ല. സീരിയസ്ലി, ഇത് ആരെന്തൊക്കെ തന്നെ വിചാരിച്ചാലും ശരി. ഇപ്പോൾ കുറേ പേര് വരും, എനിവേ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇപ്പം നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് വിജയ് മാത്രമാണ്. വിജയ് സാർ മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും ശരി. തമിഴ്നാട്ടിൽ നമ്പർ 1 വിജയ് സാറാണ്. ഇപ്പോൾ കേരളത്തും അന്യഭാഷ നടൻ എന്നുള്ള നിലയിൽ വിജയ് സാറാണ് നമ്പർ 1 നിൽക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന് ശേഷമേ ഉള്ളൂ ബാക്കിയുള്ള ആരായാലും. സോ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. സോ സം അതർ ഫാൻസ് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഐ ഡോണ്ട് നോ വൈ. അക്സെപ്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ റിയാലിറ്റി അല്ലേ. ഇപ്പം ഈ ഇദ്ദേഹത്തിനെക്കാട്ടി വേറൊരാളാണ് മുകളിലായിരുന്നെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ആസ് എ തളപതി ഫാനായിട്ട് എന്നെ സംബന്ധിച്ചോളം തളപതി ഫാൻ എന്ന് പറയുമ്പം ഡൈ ഹാർഡ് ഫാൻസാണ്. അവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും എന്തായാലും. സോ അതർ ഫാൻസ് എങ്ങനെയെന്ന് അറിയത്തില്ല. ഞാൻ അതർ ഫാൻസ് എന്നല്ല, ടോട്ടലാണ് മൊത്തത്തിൽ ഫാൻസ്. സിനിമ ലവേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. ഇദ്ദേഹമാണ് നമ്പർ 1 എന്നെങ്കിൽ അദ്ദേഹം നമ്പർ 1, ദാറ്റ്സ് ഫൈൻ. അതെങ്ങനെ വിട്ടേക്ക്, വേറെ സംസാരിക്കാനൊന്നുമില്ല. നമുക്കെന്തായാലും സെപ്റ്റംബർ 5 കാണാം. ഞാൻ പോയിട്ട് വന്നിട്ട് റിവ്യൂ പറയും. അന്ന് എല്ലാവരും കുറിച്ച് വെച്ചോ കേട്ടോ. അല്ലാ താങ്ക് യു ഗൈസ്.